കൊടുങ്ങല്ലൂർ തിരുവള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഓട്ടുവിളക്കുകളും പൂജാപാത്രങ്ങളും കവർന്നു. കൊടുങ്ങല്ലൂർ തിരുവള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വൻ മോഷണം. ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഓട്ടുവിളക്കുകളും പൂജാപാത്രങ്ങളുമാണ് മോഷണം പോയത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ പൂജാരിയും ജീവനക്കാരുമാണ് മോഷണ വിവരം അറിഞ്ഞത്. ക്ഷേത്രത്തിലെ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന വലിപ്പമേറിയ ഓട്ടുവിളക്കുകൾ, നിവേദ്യപാത്രങ്ങൾ, മറ്റ് പൂജാ സാധനങ്ങൾ എന്നിവയാണ് കവർച്ച ചെയ്യപ്പെട്ടത്. ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് ക്ഷേത്ര ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകി. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. എല്ലാ പാത്രങ്ങളും എന്ന് പറഞ്ഞാൽ പോയി കാലത്ത് പോലും തിരുമേനി വരുമ്പോൾ അപ്പോൾ പോയി കണ്ടത്. വിളക്ക്, തൂക്കുവിളക്കാണ് മെയിനായിട്ട് എല്ലാം പോയുള്ളത്. പിന്നെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അതൊക്കെ പോയി. ശരിക്കും പറഞ്ഞാൽ 2 ലക്ഷത്തിൻ്റെ അടുത്ത് കണ്ടിട്ടുള്ള എല്ലാ പാത്രങ്ങളും പോക്ക് കഴിഞ്ഞു. അതാണ് നടന്നിട്ടുള്ളത്. ഇത് എപ്പോഴായിരുന്നു സംഭവം? കാലത്ത് ഒരു വന്ന് നട തുറന്നപ്പോഴാണ് കാണുന്നത്. ഇപ്പോൾ സംഭവിച്ചതെന്നുള്ളത് നമുക്കറിയില്ല. CCTV ദൃശ്യങ്ങളിൽ ടൈം അറിയില്ല. ഇല്ല, അതിൽ ക്ലിയർ ആവണില്ല. ടൈമർ വെച്ചിട്ടില്ല. ഇതുകൊണ്ട് തിരുവള്ളൂർ അമ്പലം എന്ന് പറയുമ്പോൾ ഒരു സ്വയംഭൂ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ വളരെ ഒട്ടനവധി ജീവാന്റെ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. നമുക്കറിയാം, നമ്മൾ പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നതോടൊപ്പം തന്നെ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ചെയ്തു വരുന്ന ഒരു ട്രസ്റ്റിൻ്റെ കീഴിലുള്ള അമ്പലമാണിത്. അത് കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ നിന്ന് പുറത്തുള്ള ഭണ്ണാരം കുത്തി തുറന്നു പോയി. അതിന് നമുക്ക് അതിൽ നമ്മൾ കേസ് കൊടുത്തിരുന്നതിന് തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ അപ്രതീക്ഷിതമായ ഒരു കളവാണ്. എല്ലാ ഭഗവാന്മാരുടെ മുൻപിൽ നിന്നുമുള്ള വിളക്കുകളും അതോടൊപ്പം തന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലുള്ള കുത്തുവിളക്കുകളും മോഷണം പോയിരിക്കുകയാണ്. രാവിലെ തന്നെ പോലീസും അധികൃതരൊക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വിരലട വിദഗ്ധരും വരുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഇതിന് എത്രയും വേഗം ഇത് എടുത്തുകൊണ്ട് പോയവരെ എത്രയും വേഗം നമുക്കതിൽ അവരെ കണ്ടുപിടിച്ച് അതിനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നാണ് അമ്പലത്തിൻ്റെ ഒരു പ്രാദേശിക കമ്മിറ്റി എന്നുള്ളതിൽ എനിക്ക് പറയാനുള്ളത്.